എൻ്റെ പേര് സുരേഷ് ബാബു കാറമണ്ണ. ഇതിൻ്റെ ഭാര്യ രുക്മണി കാറമണ്ണ. ഞങ്ങൾ ഒരു ചെറുപ്പം മുതലൊക്കെ ഞങ്ങൾ ഈ തൊഴിലിന് നടക്കുന്നു. ഞങ്ങൾ പുള്ളുപാട്ട് കലാകാരന്മാരാണ്. അപ്പോൾ ഞങ്ങൾ വീടുകളിലൂടെ എന്ന് പാടും. പിന്നെ നാദക്കളങ്ങൾ, പാലും പൊടി കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നമുക്ക് നല്ല തറവാട്ടിലേക്ക് ഐശ്വര്യത്തിനും നമ്മൾ കുട്ടികൾക്ക് നാറുപാട്ട് ഇതൊക്കെ പാടുന്ന നല്ല ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു നാടൻ കല രൂപമാണ് നമ്മുടെ പുള്ളുവൻപാട്ട്. അപ്പോൾ അത് ഈ ഓണപ്പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഐരാവാദേ
കാശിയാം പുഷ്കരം മംഗളാദേവും വിമുഖനും ശിവനും ശിവശക്തികൾ രണ്ടോ തല വാഴുന്ന ശിവനും ശിവശക്തികൾ സർപ്പ
സർപ്പങ്ങൾ ഏഴോ തലവാഴുന്ന കാളിയ മർദ്ദനമേ ഈ കാണുന്ന വാദ്യോപകരണമാണ് ഉടുക്ക്. ഈ ഉടുക്കിൻ്റെ മധ്യഭാഗത്തെ ഭൂമിയായും ഇതിൻ്റെ മുന്നിലുള്ള ഈ
വട്ടത്തെ സൂര്യനായും പിന്നിലുള്ള ഈ വട്ടത്തെ ചന്ദ്രനായും ഈ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഈ പ്രതലത്തെ ആകാശമായും ഈ ചരടിനെ ബ്രഹ്മാവിൻ്റെ പൂണുനൂലായും ഈ കച്ചയെ വാസുകിയായും സങ്കല്പിക്കുന്നു. ഈ ഉടുക്ക് നിർമ്മിച്ചത് നാരദ മഹർഷിയാണ്. ദുർവാസാവ് മഹർഷിയാണ് ഈ ഉടുക്കിന് താളമിട്ടത്. ഈ ഉടുക്ക് പരമശിവന് സമ്മാനിക്കുകയും കാലാന്തരത്തിൽ പരമശിവൻ ഭൂമിയിൽ മനുഷ്യന് ദേവാസുര കഥകളെ പാടി പുകഴ്ത്തുന്നതിനും ഈശ്വര ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നതിനും ഉപയോഗിക്കുന്നതിന് വേണ്ടി മനുഷ്യകുലത്തിലെ ഒരു ഗുരുവിന് സമർപ്പിക്കുകയും അങ്ങനെ പരമ്പരയാൽ വന്ന് ചേർന്ന് ഇന്നും ഉപയോഗിച്ചു വരുന്ന ഒരു വാദ്യകലയാണ് ഉടുക്കുവാദ്യം. പ്രധാനമായും ഈ ഉടുക്ക് ഉപയോഗിക്കുന്നത് ഹരിഹര സുതനായ അയ്യപ്പസ്വാമിയുടെ ചരിതം പാടുവാനാണ്. മറ്റ് എല്ലാ കലകളും പാട്ടുകളും ഈ ഉടുക്കുവാദ്യം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് വാമന അവതാരം എന്ന കഥയാണ്. ഹരിഹരാസുതാവരമരുളുക ചെറിയൊരു കഥ ഉര ചെയ്യുവാൻ തൃക്കക്കരയിൽ വാഴും ദേവനും ഈ കഥയ്ക്കു തുണയ്ക്കണം. വിഷ്ണു ഭഗവാന്റെ വാമനവതാരം സൽക്കഥ ചുരുക്കി പാടുവാൻ അതിനു തുഞ്ചനും വാണിയും ഗുരുനാഥനും തുണ ചെയ്യണേ. മഹാബലി എന്ന അസുരരാജനെ വടുവേഷത്തിൽ ചാദിച്ചതും പണ്ടുപാലാഴി മദനം ചെയ്തതിൽ അമൃത് മോഷ്ടിച്ചു അസുരകൾ. മായമയനൊരു മോഹനീ വേഷം പൂണ്ടു വീണ്ടെടുത്തമൃതിനെ പീയൂഷം സേവിച്ചമരകൾക്കന്ന് ശാപമോക്ഷം ഭാവിച്ചുടൻ ദുർവാസാപം നീങ്ങി വാമരരും മോദമോടെ വാസിക്കുമ്പോൾ ഇരുവർഗമൊത്തു തുടങ്ങിയ യുദ്ധവും അമരരൊക്കെ മൂടിഞ്ഞുപോയി. ഇന്ദ്രനും ചതിയാൽ കൊന്നു ബലിയെയും ശുക്രനും ജീവിപ്പിച്ചുടൻ. പിന്നെ മഹാബലി വിഷ്ണുവിൽ നിന്നും എത്രയോ വരം വാങ്ങിനാൻ. വിഷ്ണു ഭഗവാന്റെ വരബലത്താലെ ലോകമൊക്കെ ജയിച്ചുടൻ. ദേവകൾക്കു ഭയം ജനിക്കയായി മായ അതിഥിയും ചെന്നുടൻ. വിഷ്ണു ഭഗവാന്റെ ഇഷ്ടമാമൃതം സൃഷ്ടിയിൽ തുടങ്ങിടിനാൻ. ലോകനാഥനായുള്ള വിഷ്ണുവും അരുളി ചെയ്തവളോടഹോ കേൾക്കണേ ഭക്തേ, നിന്റെ പുത്രനായി ഭൂമിയിൽ ഞാൻ പിറന്നിടും. സങ്കടങ്ങളെ തീർത്തിടേണ്ടു ഞാൻ സൗഖ്യമായി ചിരം വാഴ്ക നീ. അങ്ങിനെ ഇരിക്കുന്ന കാലത്ത് ഗർഭവും ധരിച്ചാളവൾ. ഗർഭപൂർത്തി തികഞ്ഞ നാളില് എത്തിയവളൊരു ബാലനെ. കടകഹാരവും കുണ്ടലാതിര ഇനങ്ങളോടു പിറന്നവൻ. കടർവർണ്ണൻ തന്റെ വാമനാവതാരമെന്നു ധാരിക്കുക. വിഷ്ണുരൂപത്തെ കണ്ട നേരത്തെ ദേവിയും മഹാരാജനും വിഷ്ണു ഭഗവാനെ ഭജിച്ച നേരത്തെ പൂണ്ടുടൻ വടു വേഷവും. കപടനാം വടു ചെന്ന നേരം അതു കണ്ടു മഹാബലി മന്നവൻ. കപടനാം വടു ചെന്ന നേരം അത് കണ്ടു മഹാബലി മന്നവൻ.
അർഘ്യപാദാദി പൂജയും ചെയ്തു കൊണ്ടുകാൽ കഴുകിച്ചുടൻ വന്ദനാദികൾ ചെയ്തു മന്നവൻ തൊഴുതു നിന്നങ്ങിടിനാൻ. എവിടെ നിന്നു വരുന്നടോ ഭവൻ എന്തൊരാഗ്രഹം ചൊല്ലുവാൻ, കഷ്ടമെങ്കിലും തന്നിടേണ്ടത് ചൊല്ലിനാമ കാലിന്. ഇഷ്ടമോടൊരു 3 അടി നിലം എന്നതറിയണം ഭൂപതേ. വിണ്ണമോ പുനരന്നമോ അതോ ഭൂമിയോ നിലം വസ്ത്രമോ, ഇത്ര മാത്രമേ വേണ്ടതു ഭവാൻ എന്തൊടോ വടു ദോഷമീ. ഭൂതലം മടിയാതെ ചോദിക്ക് ഇല്ല സംശയം തന്നിടും. 3 ലോകവും കീഴിലുള്ളവന് 3 അടി നിലം കഷ്ടമോ. ഒട്ടുമേ മടിക്കേണ്ട ഭൂസുര ഇഷ്ടമോടെ അളക്കുക. മഹാബലി വചനം കേട്ട നേരത്തെ ശുക്രനാം ഗുരു ഓതിനാൻ. വേണ്ട വേണ്ടടോ മന്നവായിവൻ പൂജ നല്ലതായിരിക്കുക. ദേവകൾക്കുള്ള സങ്കടം തീർത്ത് കൊള്ളുവാൻ ഇവൻ ഭൂമിയിൽ 3 ലോകവും 2 അടി കൊണ്ട് അളന്നു നൽകിയിട്ട് ഇന്ദ്രന്. ആകയാൽ അവന് ഭൂതലം തന്നെ കൊടുക്കല്ലേ നീ ഭൂപാലക. എന്റെ സന്നിധിയിൽ വന്നു നിൽപ്പവൻ വിഷ്ണുവെങ്കിലോ കൗതുകാൽ. എന്റെ രാജ്യവും ഇതൊക്കെ തന്നെയും കൊടുക്കാൻ മടിക്കിൽ ഇല്ല ഞാൻ. ഇന്നും ഈ മമ്മ ചൊല്ലു കേളാതെ ദാനം ചെയ്യുന്നതാകിലോ. അന്നു നിന്റെ സൗഭാഗ്യമൊക്കെയും നാശം വന്നു പോകെട്ടടോ. ശാപത്തെ ഗൗനിക്കാതെ മഹാബലി 3 ലോകവും നൽകുവാൻ. ദിവ്യനാം വടു താൻ വളർന്നങ്ങ് തുടങ്ങി ഞാൻ ലോകർ കാണുക. ലോകമൊക്കെ നിറഞ്ഞ രൂപമായി നിന്നു വാമനൻ തൽക്ഷണേ. പിന്നെ 2 അടി കൊണ്ടു 3 ലോകവും മളം നേടിനാൻ. സത്യസന്ധനായുള്ള മന്നവ എവിടെ കാലു വെക്കേണ്ടു ഞാൻ. തെറ്റുകുറ്റങ്ങൾ ഒഴിച്ചടി എൻ്റെ ശിരസിൽ വെച്ചളക്കണമേ. മഹാബലി വചനം കേട്ടു വാമനൻ തൃപ്തനായി അളന്നിടിനാൻ. ഭക്തരില്ലതെ ഭക്തനാം മഹാധർമ്മതൽപരനുമാകിയ മഹാബലിക്കു കൊടുത്തു മുക്തി ഇന്ദ്രനു മഹാലോകവും. ഇഷ്ടമോടെ കൊടുത്തു ദേവകൾക്ക് സങ്കടം ഒഴിച്ചിടിനാൻ. അഗ്നി തന്നിലെ വെണ്ണ പോലെയും വാരിധി തന്നിൽ ഉപ്പുപോലെയും ജ്ഞാനമുള്ളവർ തൻ്റെ തെറ്റുകൾ തീർത്തു പൊരുത്തരുളേണമേ. ഹരിഹരാസുധാ ശബരിഗിരിവാസ എൻ്റെ ഗുരുനാഥ കൈതൊഴാം. ഹരിഹരാസുധാ ശബരിഗിരിവാസ എൻ്റെ ഗുരുനാഥ കൈതൊഴാം. പണ്ടൊരു നാളിൽ പാർവതി ദേവി സ്നാനം ചെയ്വതിനായി കൊണ്ട് എന്നതേച്ച പൊയ്ക പടവിൽ ഇരിക്കുന്നൊരു നേരത്തല്ലോ അല്പം ചെളി വാരിയെടുത്ത് ഒത്ത നല്ലൊരു ബിംബമുണ്ടാക്കി. ഒത്ത നല്ലൊരു ബിംബമുണ്ടാക്കി 1-ാം പടി മുകളിൽ വെച്ചു. കുളി കഴിഞ്ഞു കയറും വരേക്കും കാത്തുകൊള്ളണമെന്നു പറഞ്ഞ് കാവലാളായി നിർത്തി ബിംബത്തെ
അന്നേരം പരമശിവനും ആ വഴി വന്നു പൊയ്കയിലിറങ്ങാൻ. പൊയ്കയിലേക്കങ്ങിറങ്ങിക്കൂടാ എന്നു പറഞ്ഞു തടഞ്ഞു ശിവനെ. ഏറെ നേരം തർക്കം മൂത്തപ്പോൾ ബിംബത്തിൻ്റെ തല വെട്ടി ശിവനും. കുളിയും കഴിഞ്ഞു കയറി വരുമ്പോൾ തല വെട്ടിയ ബിംബത്തെ കണ്ട് സഹിക്കവയ്യാത്ത സങ്കടത്തോടെ പ്രിയതമേനെ വിളിച്ചവളപ്പോൾ കാര്യം ഗ്രഹിച്ച പരമശിവനും പ്രിയതമയുടെ ദുഃഖമകറ്റാൻ ആനയുടെ തല വെട്ടിയെടുത്ത് ഉടലിൽ വെച്ചിതു ശിരസായിട്ട് ഗജരൂപത്താലുള്ളൊരു മുഖവും ഒത്തരൂടൽ ആയിക്കൊണ്ട് പിടഞ്ഞെണീറ്റ് ഇരുപ്പതു കണ്ട് പൃഥ്വിഗണപതി എന്ന മാമരുളി. പിടഞ്ഞെണീറ്റ് ഇരിപ്പതു കണ്ട് പൃഥ്വിഗണപതി എന്ന മാമരുളി. കുഞ്ഞിനെ വാരിയെടുത്ത് നടകൊണ്ടതു കൈലാസത്തിൽ. കുഞ്ഞിനെ വാരിയെടുത്ത് നടകൊണ്ടതു കൈലാസത്തിൽ. ഭൂമിപദേ ഗണനായക വിഘ്നേശ്വര വന്ദനം. ഭൂമിപദേ ഗണനായക വിഘ്നേശ്വര വന്ദനം. ഈ പാട്ട് ഗണപതി ജനനത്തെ പറ്റി പാടിയതാണ്. ഇതിനു മുമ്പ് പാടിയ മറ്റ് 2 പാട്ടുകൾ വാമന അവതാരത്തിനെ പറ്റി പാടിയതാണ്. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാബലിക്ക് മോക്ഷം കൊടുത്തതും വാമനൻ്റെ ജനന ഉദ്ദേശവും ആണ് ആ പാട്ടിൽ പാടിയത്.